ഹായ് ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറച്ച് കാലത്തേക്ക് വിലയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് പോകുന്നത്. നമ്മൾ ക്രിസ്മസിനാണ് പോകുന്നത് ഗൈസ്. ക്രിസ്മസ് തച്ച് ഇന്ന ക്രിസ്മസ് അല്ല, നമ്മളിവിടെ 23-ാം തീയതി ടൗൺ കരോൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ കൂരാച്ചുണ്ടിൻ്റെ ഒരു ആഘോഷ പരിപാടിയാണ്. അങ്ങനെ എക്സാം മൂഡെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കിടിലം ക്രിസ്മസ് വെക്കേഷൻ മൂഡിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഔട്ട്ഫിറ്റ് വന്നിങ്ങനെയാണ്, മുത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ്. ഒരു വൈറ്റ് ഡ്രസ്സ്, അതിൻ്റെ നടുക്കൊരു എന്താ പറയുക പിങ്ക് ഇതിലൊരു ഒരു എച്ച് ലെറ്ററും ഉണ്ട്, പക്ഷേ കാണുന്നില്ല. ഒരു വൈറ്റ് ടോപ്പും അതുപോലെ തന്നെ ഒരു ബാഗി ജീൻസാണ് മുത്തിട്ടിട്ടുള്ളത്. ഇതാണ് മുത്തിൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അന്നേരം നമ്മൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്ത ആൾ ക്രിസ്മസിന് മുമ്പേ നമ്മൾ ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഗൈസ്. കാരണം ഇന്നാണ് നമ്മുടെ ഇവിടെ 23-ാം തീയതി പരിപാടി. ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞാണ് എക്സാം. എക്സാമും കഴിഞ്ഞ് വന്ന് ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സും മാറ്റി നമ്മൾ നേരെ പോവാണ്. 5:05 പരിപാടി തുടങ്ങുന്നതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ 6 മണി ആവാനായിട്ടുണ്ട്. എന്തായാലും 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി കഴിയുണ്ടാവും എന്നുള്ളൊരു ഇതിൽ നമ്മൾ 6 മണിക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നല്ല സമാധാനമായിട്ടുണ്ട്. എക്സാമുകളൊക്കെ കാരണം അമ്മോ ഇത്രയും ദിവസം എങ്ങനെയാണ് പോയെന്നറിയില്ല. ഫുൾ എക്സാമിൻ്റെ തിരക്കായാലും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സമാധാനമായി. എൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ക്യാമറ പിടിക്കുന്നത്, അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റാണ്ടത്. അതുപോലെ തന്നെ ഞാനൊരു ക്രിസ്മസിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് വെച്ചു. ക്രിസ്മസിൻ്റെ വ്ളോഗല്ല, ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് വ്ളോഗും അങ്ങനെ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊക്കെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ചെറിയ ജലദോഷമാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഗൈസ്. അങ്ങനെ ഒരു ലോങ് റെഡ് ടോപ്പാണ്. അങ്ങനെ ഓവറായിട്ടുള്ള എന്താ പറയുക ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ ടോപ്പാണ്. ഇത്തിരി ലോങ് ആയിട്ട്. ഇത് ഞാൻ ഇപ്പോൾ ഈ അവസാന നിമിഷമാണ് വാങ്ങി. എനിക്ക് തോന്നുന്നൊരു ഈ ഒരു 2-3 ദിവസം മുമ്പാണ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. ക്രിസ്മസിനേക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തത്. മുത്തിൻ്റെ ഡ്രസ്സ് നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയാണ് വാങ്ങിയത്. എൻ്റെ ഡ്രസ്സായിട്ട് 2 ദിവസം മുമ്പാണ്. എൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈശ്വര ഇപ്പോൾ വീണേനെ. പക്ഷേ മുത്തിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം. അന്നേരം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ പരിപാടി കഴിഞ്ഞ് നമ്മളിവിടെ കഥ പറയും. നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂരാച്ചുണ്ട് എത്തിയപ്പോൾ തന്നെ ഇവിടെ സൈക്കിൾ റാലി നടന്നുകൊടുക്കുകയായിരുന്നു. നമ്മുടെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ സാന്റാക്ലോസിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് സാന്റാ സൈക്കിൾ റൈഡ് എന്നാണ് ഇവിടെ ഈ പ്രോഗ്രാമിന് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ ഈ പ്രോഗ്രാമായിരുന്നു. അങ്ങനെ സാന്റാക്ലോസുകളൊക്കെ അങ്ങോട്ട് പോയി. കുഞ്ഞു സാന്റാക്ലോസുകളെല്ലാം പോയപ്പോഴത്തേക്ക് നമ്മുടെ 2 വലിയ സാന്റാക്ലോസുകൾ ഡാൻസും പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഡാൻസും പാട്ടും തന്നെയായിരുന്നു തുടക്കം കുറിച്ചത് സാന്റാ സൈക്കിൾ റൈഡിന് ശേഷം. നല്ല അടിപൊളിയായിട്ട് അവർ ഡാൻസൊക്കെ കളിച്ച് നേരെ അവർ പള്ളിയിലോട്ട് പോകുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ പള്ളിയിലോട്ട് പോയില്ല. അവർ കുറച്ച് നേരവും കൂടെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച്. നമുക്കിത് കഴിഞ്ഞിട്ടാണ് ടൗൺ കരോളും DJ ഡാൻസും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ കുരാച്ചിൻ്റെ പിന്നെ എല്ലാ ആഘോഷങ്ങളും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു കുരാച്ചിൻ്റെക്കാർ കൂടുതലായിട്ട് ഈ ആഘോഷങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുന്നവരാണ്. എന്തൊരു ആഘോഷം ഉണ്ടായാലും എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന എന്താ പറയുക, കുരാച്ചിനുള്ളൊരു വൈബ് എനിക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം അത്രയ്ക്കൊരു ഇതാണ്. എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാ പ്രോഗ്രാമാവട്ടെ എല്ലാം അടിപൊളിയായിട്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് 24-ാം തീയതി ആയിരിക്കും. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ക്ലബിൻ്റെ ആയിട്ട് ഞങ്ങൾക്ക് പരിപാടി ഉണ്ട്. ഇതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ പരിപാടി, അതുപോലെ തന്നെ ഇന്നലെ അവിടെ കുരാച്ചിൻ്റെ ഒരു പരിപാടി. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമ്മുടെ എന്താ പറയുക, ഈ വരുന്ന വെക്കേഷൻ ഫുൾ നമുക്ക് ആഘോഷമാണ്. 23-ന് ഇത്, 24 നമ്മളെ ക്ലബിൻ്റെ പരിപാടി, കരോൾ വരും രാത്രി. അതുപോലെ തന്നെ 25-ന് പിന്നെ ആസ് യൂഷ്വൽ ക്രിസ്മസ് ആയതുകൊണ്ട് അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞാണെങ്കിൽ 26-നാണെന്ന് തോന്നുന്നു വേറെ പരിപാടിയൊന്നുമില്ല. 27, 28, 29, 31 നമ്മളിവിടെ ഇതേ കാണുന്ന ഈ സുന്ദരമായ പള്ളിയുടെ പള്ളിപ്പെരുന്നാളാണ് ഗൈസ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നി കോഴിക്കോട് വെച്ചിട്ട് ഏകദേശം അടിപൊളി പള്ളിപ്പെരുന്നാളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഉണ്ടാകുന്നതാണ്. എന്താ വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. പള്ളിപ്പെരുന്നാളിൻ്റെ ടൈമൊന്നും ഇവിടെ നിൽക്കാൻ തന്നെ ആർക്കും സമയം കിട്ടാറില്ല, സ്ഥലം കിട്ടാറില്ല. അത്രയ്ക്ക് ആളായിരിക്കും ഉണ്ടാവുക. കഥയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ അടുത്ത കുട്ടിപ്പട്ടാളങ്ങൾ ഡാൻസും കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ റാലി ഫസ്റ്റ് സെക്ഷൻ പള്ളിയിലോട്ട് പോയി കഴിഞ്ഞപ്പം ബാക്കിയുള്ള ആൾക്കാർ പുറകെ ഡാൻസും പാട്ടുമായിട്ട് നല്ല അടിപൊളിയായിട്ട് വൈബായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരെല്ലാവരും പോകുന്നത് നോക്കി ആ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ പോയത് മുകളിൽ ചെന്നിട്ട് അവിടെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുരാച്ചിൻ്റെ പള്ളി ഗൈസ്. ഇവിടെ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല ഗൈസ്, കുറേ പണ്ടാണ്. ഞാൻ എന്താ പറയുക പറയുമ്പോൾ ഒരുപാട് പണ്ടാണ്. അങ്ങനെ അതറിയുന്ന ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരു സാമ്പിളാണ് ഗൈസ്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ പള്ളിപ്പെരുന്നാളിനുണ്ടാകുക. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3/4 മണിക്കൂറോളം തന്നെ നമ്മുടെ വെടിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെടിക്കെട്ട് കണ്ടപ്പോൾ നമ്മൾ ആകാശത്ത് മുകളിലോട്ട് വായി നോക്കി അവിടെ തന്നെ നിന്ന് ആ വെടിക്കെട്ട് തീരുന്നവരെ അവിടെ നിന്ന് എടുക്കാൻ തോന്നിയിട്ടില്ല ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ വെടിക്കെട്ട് കണ്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ചോട്ടുവും അമ്പിയേച്ചിയും അബിക്കുട്ടനൊക്കെ വന്ന്, കൂടെ തന്നെ നമ്മുടെ അനൗഷ്കയും അനാമികയും അങ്ങനെ എല്ലാവരും വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയായി നമ്മുടെ ഈ പരിപാടികൾ കാണാനും
വർത്താനം പറയലും പിന്നെ ഒരേ പൊളി വൈബായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കഥ പറഞ്ഞു, വർത്താനം പറഞ്ഞു, പിന്നെ കുറേ സെൽഫി, എവിടെ പോയാലും സെൽഫി അത് മെയിനാണല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു, പള്ളീൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയും നടന്നു. ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും അനാമികയും കൂടി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ അത് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് പരിപാടിയായിട്ടുള്ള നമ്മുടെ സ്വന്തം ടൗൺ കരോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ടൗൺ കരോൾ ആരംഭിച്ചാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഷോർട്സ് കണ്ടവർക്കറിയാം, അത്രയ്ക്കും കിടിലനായി ഗൈസ്. കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു ഗൈസ്. എല്ലാവരും ചുമപ്പും വെള്ളയും ഡ്രസ്സും ആ തൊപ്പിയൊക്കെ ഇട്ട് എന്താ ഭംഗി. പിന്നീട് നടന്നത് ഡാൻസും പാട്ടും ബഹളവും. നമ്മുടെ കുരാച്ചുണ്ട്, ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ സ്ഥലമായിരുന്നു കുരാച്ചുണ്ടിലെ റോഡുകളൊക്കെ ഇത്രയും ചെറുതാണോ. കാരണം റോഡ് ചെറുതായിട്ടല്ല ഗൈസ്, ഈ ആൾക്കാരെ തിരക്കും തിക്കും കൊണ്ട് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ നോക്കിയാൽ അറിയാം, ഒരു മനുഷ്യ കുഞ്ഞിനയിലേ പോകാനുള്ള സ്ഥലമില്ല, അത്രത്തോളം തിരക്കായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നടന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ. കാരണം നമുക്കതിൽ നടക്കാൻ തന്നെ ആവില്ല ഗൈസ്. ഇത് കണ്ടോ, ഇതേ അവസ്ഥ, ഇതിൻ്റെ ഇരട്ടി അവസ്ഥയാണ് പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ കുരാച്ചുണ്ടും കോഴിക്കോടുള്ളവരല്ലാണ്ട് പുറത്തും നടക്കാൻ ആൾക്കാർ വരാറുണ്ട് നമ്മുടെ പള്ളിപ്പെരുന്നാളിൽ. എന്താ വെച്ചാൽ അത്ര അടിപൊളി പരിപാടികളാണ് നമ്മളിവിടെ ഉണ്ടാവാറ്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ കരോൾ ടീം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ നിന്ന് വീഡിയോ എടുത്ത ടൈം അവർ മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ ഓടിപ്പിടിച്ച് നമ്മുടെ കരോൾ ടീമിൻ്റെ പുറകെ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അവരുടെ ഡാൻസും ബഹളമൊക്കെ കണ്ട് നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഗൈസ്. ഇടയ്ക്ക് ചെറിയൊരു ചുമ വരുന്നുണ്ട്. കാരണം ഇവിടെ നമ്മളെ ഈ വീടുള്ള ഏരിയ എന്ന് വെച്ചാൽ നല്ല അടിപൊളി തണുപ്പാണ്. എല്ലായിടത്തും തണുപ്പാണെങ്കിലും നമ്മളിവിടെ ഇച്ചിരി എന്താ പറയുക, മലേനൊക്കെ അടുത്തുള്ളൊരു പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം നല്ല തോതിൽ അതിൻ്റെ ഇരട്ടി തണുപ്പുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിമാരെയൊക്കെ സൂപ്പർ ഡാൻസ് വന്നു. പിന്നെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിമാരെ കിടിലോസ്കി ഡാൻസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ഒരേ പൊളി പവർ തന്നെയായിരുന്നു. അവർ എന്താ പറയുക, എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ചെയ്തിട്ടാണോ കളിച്ചത് അല്ലെങ്കിൽ അല്ലാണ്ട് കളിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഒരേപോലെ സ്റ്റെപ്പൊക്കെ എടുത്ത് ഒരേ എനർജിയിൽ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഫുൾ നോയ്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് ഈ വീഡിയോയ്ക്ക്. കാരണം അവിടെ ഫുൾ സൗണ്ടാണ്, എല്ലാവരും ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, അതാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചേച്ചിമാരുടെ ഡാൻസൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊടുക്കുകയായിരുന്നു. നമ്മുടെ കുരാച്ചിൻ എന്ന് പറയുമ്പോൾ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കും, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാവരും ഒരുപോലെ എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ കുരാച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുരാച്ചുണ്ടിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത തന്നെയാണത്. എല്ലാവരും എല്ലാ ആഘോഷത്തിനും വരും. അത് തന്നെയാണ് ഈ ക്രൗഡിന് കാരണം. എല്ലാവരും എല്ലാ ആഘോഷത്തിനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കുരാച്ചുണ്ടിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം വരുമ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക, ഒരു മനുഷ്യന് നടക്കാൻ സ്ഥലമില്ലാണ്ട് നിറഞ്ഞു പോകുന്നൊരു സ്ഥലം ഗൈസ്. കാരണം എല്ലാവരും വരുമ്പോൾ അത്രത്തോളം തിരക്കും അവിടെ ഉണ്ടാവുമല്ലോ. ഈ ക്യാമറ ഫുൾ ഷെയ്ക്കാണ്, കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇളകി പോവാണ്, അത്ര ആൾക്കാരുള്ളതുകൊണ്ട് ഇടയിൽ തിക്കി തിരക്കിയത്. പിന്നെ DJ ലൈറ്റും കുറേ പോപ്പറൊക്കെ പൊട്ടിച്ച്, പോപ്പർ എന്നാണോ പറയാൻ എനിക്കറിയില്ല, ആ സംഭവമൊക്കെ പൊട്ടിച്ച് ആ ഡാൻസിൻ്റെ ഇടയിൽ അതൊക്കെ കൂടെ വന്നപ്പോൾ കളറായി, ഒരേ പൊളി കളറായിരുന്നു. അത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായി നിന്നപ്പോഴാണ് ആ സംഭവം വന്നത്. അയ്യോ ഗേസ്, എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ആണെന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, ഫുൾ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. അങ്ങനെ പെട്ടെന്നായിരുന്നു ആ പോപ്പർ പൊട്ടിച്ച്. അതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും വീഡിയോ കിട്ടിയില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെ ചെന്നാലും ക്യാമറ ഫുൾ ടൈം തുറന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ ബാൻഡ് മേള ടീം വന്നിരുന്നു, അവർ ഒരേ പൊടി തന്നെയായിരുന്നു. അവരെല്ലാവരും കിടിലനായിട്ട് കൊട്ടി സൂപ്പറായിട്ടാണ് വന്നത്. ഇന്നലെ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി ഒരു 10 മണിയോളം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ഏകദേശം പരിപാടിയൊക്കെ കഴിയാനായപ്പോഴാണ് നമ്മൾ വന്നത്. നമ്മളൊരു 9:45 ആടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തി കുറച്ച് നേരവും കൂടി അവിടെ നിന്ന് കൊട്ടിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കരോൾ ടീമെല്ലാം വീണ്ടും വണ്ടി തിരിച്ചു. ആ വണ്ടി തിരിച്ച് പോകുമ്പോൾ ഈ ഒരാളെ കണ്ടു ഗൈസ്, നമ്മുടെ ഈ ചാർലി സിനിമയിലെ ചാർലിയെ പോലെയില്ലേ. പിന്നെ നമ്മൾ നേരെ പഞ്ചായത്തിൻ്റെ അവിടെയാണ് അടുത്ത പരിപാടി. നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. അന്നേരം റോഡിൻ്റെ അവസ്ഥ കണ്ടു ഗൈസ്, പോപ്പറൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വർണ്ണശബളമായ കുരാച്ചുണ്ടിനെ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ വർണ്ണശബളമായ കുരാച്ചുണ്ടിലെ കാഴ്ചകളാണ് ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ക്രിസ്മസ് പപ്പ എങ്ങനെയുണ്ട് ഗൈസ്. നമ്മൾ ക്രിസ്മസ് പപ്പേനെയൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് വന്ന് ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് പപ്പ, നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് പപ്പയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ വാങ്ങിയില്ല ഗൈസ്. പക്ഷേ പിന്നെ നമ്മുടെ നക്ഷത്ര തിളക്കത്തിൽ നിൽക്കുന്ന നമ്മുടെ കുരാച്ചുണ്ടിലെ ഓരോ കടകളുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. ഈ സ്റ്റാറും എല്ലാം ഈ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ അങ്ങാടി കൂടെ നൈറ്റ് ഡ്രൈവ് പോകുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് പപ്പ അച്ഛനായിരുന്നല്ലോ, അച്ഛനെന്തിനാ ക്രിസ്മസ് പപ്പേനെ തൊപ്പിയൊക്കെ എടുത്തൊന്ന് വെച്ച് നോക്കി.
പിന്നെ ക്രിസ്മസ് പപ്പേൻ്റെ ഒരു വടിയൊക്കെ ഉണ്ടായിരുന്നു, അത് അബി മുത്തും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കി. പിന്നെ നമ്മൾ വെള്ള ക്രിസ്മസ് ട്രീയും കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് പിന്നെ നമ്മൾ 2 ബിങ്കോയും ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് ടട്ട പറഞ്ഞ് പോയി. ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.